വെളിയത്തുനാട് എന്ന സുന്ദരവും ഐശ്വര്യസമൃദ്ധമായ നാടിനെക്കുറിച്ച് ചിത്രീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എൻ്റെ ഗ്രാമം. വികസനവും ചരിത്രവും മുൻനിർത്തി ചിത്രീകരിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത് ചരിത്ര പ്രസിദ്ധമായ ആലുവ. ആലുവ നഗരത്തിന്റെ ഐശ്വര്യമായി മണപ്പുറത്തിന്റെ മണൽത്തരികളെ തഴുകി തലോടി കടന്നുപോകുന്ന പെരിയാർ. ഈ പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന പഴമയുടെ പൈതൃകവും പുതുമയുടെ മനോഹാരിതയും ഒത്തുചേർന്ന സ്വർഗസുന്ദരമായ ഗ്രാമമാണ് വെളിയത്തുനാട്. പച്ച പിടിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന വാഴത്തോപ്പുകളും കൊണ്ട് നയന മനോഹരമാണ് വെളിയത്തുനാട്. ചരിത്രം തലചായ്ച്ചുറങ്ങുന്ന വെളിയത്തുനാടിന്റെ ഓരോ മുക്കും മൂലയും വരെ അതീവ പ്രാധാന്യമുള്ളതാണ്. വെളിയത്തുനാട് വളരെ പുരാതന കാലം മുമ്പ് തന്നെ പ്രസിദ്ധമാണ്. കാർഷിക രംഗത്തും അതേപോലെ തന്നെ വാണിജ്യ രംഗത്തും ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ഗ്രാമമാണ് വെളിയത്തുനാട്. വളരെ സുപ്രസിദ്ധമായ ആലങ്ങാടൻ ശർക്കര വെളിയത്തുനാടിൻ്റെ ഒരു സംഭാവനയാണ്. പക്ഷെ കാലം മാറിയപ്പോൾ കൃഷി വളരെ ചുരുങ്ങി, കൂടുതൽ വീടുകളൊക്കെ വന്നു, ജനവാസം വർദ്ധിച്ചു, കൃഷിയിടങ്ങൾ ചുരുങ്ങി വന്നു. കരിമ്പ് കൃഷി വെളിയത്തുനാടിൻ്റെ ഒരു കുത്തകയായിരുന്നുവെങ്കിൽ ആ കരിമ്പ് കൃഷി ഒരിക്കലും ഇനി മടങ്ങി വരാത്ത വിധത്തിൽ നാമാവശേഷമായി. പക്ഷേ വെളിയത്തുനാട് ഗ്രാമത്തിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ വളരെ ഫലസമ്പുഷ്ടിയുള്ള ഐശ്വര്യമുള്ള ഒരു മുഖമാണ് വെളിയത്തുനാട് ഗ്രാമത്തിനുള്ളത്. വെളിയത്തുനാട് ഗ്രാമത്തിൻ്റെ വികസനത്തിന് ഞാൻ MLA ആയി വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 3.5 വർഷത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന ഒരുപടി പ്രവർത്തനങ്ങൾ വെളിയത്തുനാടിന് വേണ്ടി കാഴ്ചവെക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമതായി പറയുകയാണെങ്കിൽ മലയാറ്റൂരിലേക്ക് ഭക്തജനങ്ങൾ ഉൾപ്പെടെ പഴയ കാലങ്ങളിൽ സഞ്ചരിച്ചിരുന്ന ഒരു രാജവീതിയാണ് നമ്മുടെ തടിക്കക്കടവ്. അതേപോലെ തന്നെ അപ്പുറത്ത് തടിക്കക്കടവിനപ്പുറം വന്ന അടുവാശ്ശേരി, ആ ഭാഗത്ത് കൂടി പോകുന്ന രാജവീതി. കാലം മാറിയതോടുകൂടി റോഡിൻ്റെ പ്രയോറിറ്റി മാറി. അങ്ങനെ ഇത് അവഗണിക്കപ്പെട്ടു പോയ ഏകദേശം 10-75 വർഷത്തെ, ഒരു 100 വർഷത്തെ ചരിത്രമുള്ള ആ രാജവീതി പുനരുദ്ധരിക്കാനുള്ള നടപടിയാണ് ആദ്യമെടുത്തത്. ആ രാജവീതിയുടെ പരിപൂർണതയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തടിക്കക്കടവ് പാലം യാഥാർത്ഥ്യമാവുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തടിക്കക്കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 50 വർഷക്കാലമായി ജനങ്ങൾ നിരന്തരം ജനപ്രതിനിധികളോടും ഗവൺമെൻറ്റിനോടുമൊക്കെ ആവശ്യപ്പെട്ടിരുന്ന ഒരു പദ്ധതിയാണ് തടിക്കക്കടവ് പാലം.
ആ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ദേശീയ നിലവാരത്തിൽ വെളിയനാട് ഗ്രാമത്തിലെ എല്ലാ റോഡുകളും പുനർനിർമ്മാണം നടത്തി എന്നുള്ളത്. വളരെ ഒരു 4-5 വർഷത്തേക്ക് ഇനി ഒരിക്കലും ഒരു കേടുപാടും സംഭവിക്കാത്ത വിധത്തിൽ നല്ല റൈഡിംഗ് ക്വാളിറ്റിയോടുകൂടി ദേശീയ നിലവാരത്തിലാണ് വെളിയനാട് ഗ്രാമത്തിലെ റോഡുകൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. വെളിയനാടിൽ കൂടി പോകുന്ന എല്ലാ റോഡുകളും അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വെളിയനാട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. 75 ലക്ഷം രൂപയാണ് വെളിയനാട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അതോടുകൂടി കർഷകരുടെ പതിറ്റാണ്ട് കാലത്തെ മുറവിളിക്ക് ഒരു ശമനം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുകയാണ്. അതേപോലെ തന്നെ നാടിൻ്റെ നാനാവിധ വികസനങ്ങൾക്ക് വെളിയനാട് ഗ്രാമത്തിൽ ഇന്നേ വരെ അവർ സ്വപ്നത്തിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന പ്രൊജക്റ്റുകൾ അതെല്ലാം ഓരോന്നായി ഏറ്റെടുത്തുകൊണ്ട് ഈ 3.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. എല്ലാ ഇടറോഡുകളും നന്നാക്കി. ഇനിയും പല പ്രശ്നങ്ങളുമുണ്ട്. അതെല്ലാം വരുന്ന കാലയളവിൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം വെളിയനാട് ഗ്രാമം ഒരു സ്വപ്നം കണ്ടിരുന്ന പിതാക്കന്മാരും പ്രപിതാക്കന്മാരുമൊക്കെ സ്വപ്നം കണ്ടിരുന്ന ആ സ്വപ്നങ്ങൾക്ക് ഒരു സാക്ഷാത്കാരം ഉണ്ടായി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. വെളിയത്ത് നാട്ടിലേക്കുള്ള പ്രധാന കവാടങ്ങളാണ് UC കോളേജും മാളികം പീടിയിൽ നിന്ന് പ്രവേശിക്കുന്ന VC അഹമ്മദ് ഉണ്ണി റോഡും. ശ്രീ D ദാമോദരൻ പോറ്റി PWD മന്ത്രിയായിരുന്ന കാലത്താണ് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പനമ്പള്ളി ഗോവിന്ദ മേനോൻ സർക്കാരിലേക്ക് ഈ റോഡ് ഏറ്റെടുത്തത്. ശ്രീ KT അച്യുതൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് VC അഹമ്മദ് ഉണ്ണിയുടെ ശ്രമഫലമായി ആലുവ വെളിയത്ത് നാട് ട്രാൻസ്പോർട്ട് ബസ് ആദ്യമായി സർവീസ് ആരംഭിച്ചത്. VC അഹമ്മദ് ഉണ്ണി സ്വാതന്ത്ര്യ സമര സേനാനി, നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതം, ആദ്യകാല പാർലമെന്റേറിയൻ. ഒരു കാലത്ത് തിരുക്കൊച്ചി രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ കത്തിജ്വലിച്ചു നിന്ന താരമായിരുന്നു VC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഭാരതത്തിലും കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാരോടും സർ CP-യോടും ആദർശധീരതയോടെ പടവെട്ടി നിന്ന പോരാളി. പ്രധാനമായ ഒട്ടേറെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒന്ന് മാത്രം മതി നാടിന് മറക്കാതിരിക്കാൻ. ഒരു നാടിന്റെ കർഷക വൃത്തി മാത്രം കൈമുതലായ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിന്റെ കാർഷിക മുഖത്തിന് തിളക്കം വർദ്ധിപ്പിച്ച കേരളത്തിന്റെ ആദ്യത്തെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. പറവൂർ താലൂക്കിൽ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ സന്ദർശിച്ചിരുന്നതായി കേട്ടുകേൾവി പോലുമില്ലാത്ത കാലത്താണ് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ തിരുമനസ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. വെളിയത്താടിനെ കുറിച്ച് പറയുമ്പോൾ എന്നും മായാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ VC അഹമ്മദ്. മതത്തിനപ്പുറം മനുഷ്യനുണ്ട് എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ പ്രവർത്തിച്ച, അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ആശയങ്ങളെ മതത്തിനപ്പുറം മനുഷ്യനും അവരുടെ വിഷമതകളും മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ശ്രീ VC അഹമ്മദ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ആരാധ്യനായിരുന്ന അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അസോസിയേഷന്റെ കേരള ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേരളത്തിലെ സേവാദൾ എന്ന പ്രസ്ഥാനം
പടുത്തുയർത്തുന്നതിന് അദ്ദേഹം വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യമായി ആയുർവേദ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ഗവൺമെൻറ് ഡിസ്പെൻസറി ഇന്നും വളരെ ഭംഗിയായി വെളിയത്തുനാട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ അഭിമാനിക്കാവുന്നതാണ്. ഏറ്റവും ഊന്നി പറയാൻ കഴിയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, വെളിയത്തുനാട്ടെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി സർക്കാരിൽ നിന്നുള്ള ഔഷധങ്ങളും മറ്റും എത്തിക്കാൻ ഇവിടുത്തെ ആയുർവേദ ഡിസ്പെൻസറി കൊണ്ടുവരുന്ന സമയത്ത് സൗജന്യമായ കെട്ടിടവും സ്ഥലവും വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്മയുണ്ടാകണമെന്ന ഒരു വൻ പ്രവർത്തനം അദ്ദേഹം നടത്തിയത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. വെളിയത്തുനാട് ഗ്രാമത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രമാണ് കരുമാലൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് നിലവിൽ വന്നതിനു ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അർപ്പണ മനോഭാവമുള്ള മെമ്പർമാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ സഹകരണത്താൽ വെളിയത്തുനാട് ഗ്രാമം ഇന്ന് കാണുന്ന രൂപത്തിൽ പ്രശോഭിതമായി നിൽക്കുകയാണ്. കരുമാലൂർ പഞ്ചായത്തിലെ ഏറ്റവും കാർഷികപരമായി ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന സ്ഥലമാണ് വെളിയത്തുനാട്. അവിടെ നമ്മൾക്ക് 2 പാടശേഖര സമിതിയുടെ കീഴിൽ 400 ഏക്കറോളം സ്ഥലത്ത് കൃഷി നടത്തുന്നുണ്ട്. കൂടാതെ പച്ചക്കറികൾ, വാഴ, ഒരുപാട് കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലമാണ് വെളിയത്തുനാട്. അതുകൊണ്ട് തന്നെ ഇനിയും അവിടെ പാടത്ത് ഒരുപാട് തരിശു ഭൂമികളുണ്ട്. അത് പിടിച്ചെടുത്ത് നമ്മൾ നല്ല രീതിയിൽ കൃഷി നടത്തുന്നതിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും കരുമാലൂർ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ഒന്നിച്ചു നിന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല കൃഷിഭൂമിയായ വെളിയത്തുനാടിനെ കൂടുതൽ കൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ നീങ്ങുകയാണ്. നമ്മൾ പഞ്ചായത്തിൽ നിന്ന് വാഴയ്ക്ക് വളം സബ്സിഡി ഇനത്തിൽ നൽകുന്നുണ്ട്. അതുപോലെ സ്പ്രേയറുകൾ നൽകിയിട്ടുണ്ട്. അടുത്ത ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഒരു കൊയ്ത്തുമതി യന്ത്രം തന്നെ ഞങ്ങൾ പാടശേഖര സമിതിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും കാര്യത്തിൽ വെളിയത്തുനാട് മാതൃകയാണ്. വിവിധ മതവിഭാഗങ്ങൾ തോളോട് തോൾ ചേർന്ന് ഏക മനസ്സോടെ ഒരുമയോടെ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. ജാതി വർഗ വർണ്ണങ്ങൾക്കപ്പുറം മനുഷ്യനെന്ന വിശാലമായ കാഴ്ചപ്പാടിൽ ഒത്തുചേരുകയാണ് ഗ്രാമവാസികൾ. ഇത് പ്രസിദ്ധമായ വെളിയത്തുനാട് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. പഴക്കം നിർണയിക്കാൻ കഴിയാത്ത ഈ ക്ഷേത്രം രാമായണത്തോടുകൂടി